ഹലോ ഹായ്, കുറച്ച് പേർക്ക് ജോയിൻ ചെയ്തല്ലോ. ഹായ് കിച്ചു, സോറി കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസ് കാരണമാണ് ഞാൻ ലേറ്റായിട്ട് ജോയിൻ ചെയ്യുന്നത്. ഹലോ ഹായ് 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 എല്ലാവർക്കും ഹായ്. സോ എല്ലാവർക്കും ഓൾറെഡി അറിയാം ഞാനൊരു വിശേഷം പറയാനായിട്ടാണ് വന്നേക്കുന്നത്. മഴതോറും മുൻപേ എന്ന പുതിയ സീരിയൽ വരാൻ പോവാണ്. ഇനി ജസ്റ്റ് ഒരു ദിവസത്തെ വെയിറ്റിംഗും കൂടി ഉള്ളൂ. നിങ്ങളെല്ലാവരും പോലെ ഞാനും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അതിനായിട്ട്. സോ അതിൻ്റെ വിശേഷം പറയാനായിട്ടാണ് വരുന്നത്. ഹായ്, ഹൗ ആർ യു? ഐം ഗുഡ്. ഹൗ ആർ യു? നിങ്ങൾക്ക് അതിനെപ്പറ്റി 2 ദിവസമായിട്ട് എൻ്റെ ഹീറോയും എൻ്റെ കോവർക്കേഴ്സ് എല്ലാവരും നിങ്ങളെ കണ്ടു കഴിഞ്ഞു. അതിൻ്റെ കുറേ വിശേഷങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്കതിനെപ്പറ്റി എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ചോദിക്കൂ. താങ്ക് യു. ഒത്തിരി പേര് ഹായ് പറയുന്നുണ്ട്, ഒത്തിരി പേര് കൺഗ്രാറ്റ്സ് പറയുന്നുണ്ട്. താങ്ക് യു ജാനിക്കുട്ടി, താങ്ക് യു. ഉറപ്പായിട്ടും നിങ്ങൾ ജോസ് സാറിൻ്റെ പല സീരിയൽസും കണ്ടിട്ടുണ്ടാവാം. എല്ലാവർക്കും ഒത്തിരി അവരുടെ മനസ്സിലുള്ള കഥാപാത്രങ്ങളും അത്രയും മനസ്സിൽ നിൽക്കുന്ന കഥയുമാണ് ജോസ് സാറിൻ്റെത്. അതേപോലെ ബിനു വലത്തുവൽ സാറാണ് ഡയറക്ഷൻ. സാറിൻ്റെ എന്താ പറയുക, രണ്ടുപേരുടെയും ഒരു കോംബോ എന്ന് പറയുന്നത് ഭയങ്കര സ്പെഷ്യലാണ്. സോ അതുകൊണ്ട് എന്താ പറയുക, ഇത് എല്ലാവർക്കും വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു സീരിയലും കൂടി ആയിരിക്കും. ബിക്കോസ് ഇതിൽ വർക്ക് ചെയ്യുന്നത് ഇറ്റ്സ് നോട്ട് ഈസി. നമുക്കങ്ങനെ ചുമ്മാ വന്നിച്ച് വർക്ക് ചെയ്തിട്ട് പോകാൻ പറ്റില്ല. നമുക്ക് അത്രയും നമ്മളെല്ലാവരും ഒത്തിരി എഫേർട്ട് ഇട്ടിട്ട് ചെയ്തിരിക്കുന്ന സീരിയൽ. ഓരോ സീനിലും നമ്മളെല്ലാവരും ഫ്രം എവറിബഡി, നമ്മുടെ ആർട്ട് ഡിപ്പാർട്ട്മെൻ്റ് ആയാലും ക്യാമറ ഡിപ്പാർട്ട്മെൻ്റ് ആയാലും ഡയറക്ഷൻ എല്ലാവരും വന്നിട്ട് ഒത്തിരി ഈ പറഞ്ഞ പോലെ നമ്മൾ എഫേർട്ട് ഇട്ടിട്ടാണ് ഓരോ ഷോട്ടും ഓരോ സീനും ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. ഐ ഹോപ്പ് അതിൻ്റെയൊക്കെ റിസൾട്ട്സ് നിങ്ങൾക്ക് ഉടനെ വിത്തിൻ 1 day നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, സോ ബിഗ് ബോസിൻ്റെ കാര്യം ചോദിക്കല്ലേ? എനിക്കറിയില്ല. ജാനിക്കുട്ടി 10ാം ക്ലാസ്. ഓക്കെ ശരിയാ, ഞാൻ ജാനിക്കുട്ടി 10ാം ക്ലാസ്സിന് പോയതാ. അത് കഴിഞ്ഞ് ഞാൻ ഇപ്പോഴും തിരിച്ചു വരുന്നത്. അതുകൊണ്ടാണ് എനിക്കിത് കൂടുതൽ സ്പെഷ്യൽ. കാരണം ഞാനൊരു 10 yearsന് ശേഷമാണ് ഞാൻ തിരിച്ച് മലയാളത്തിലോട്ട് വരുന്നത്. അതും ജോസി സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത് ഇനിയും കുറച്ചും കൂടെ സ്പെഷ്യലാണ്. കാരണം എൻ്റെ ഫസ്റ്റ് പ്രോജക്റ്റ് ജോസി സാറിൻ്റെ പ്രോജക്റ്റായിരുന്നു, ഓമന തിങ്കൾ പക്ഷി, ഏഷ്യാനെറ്റിൽ. അത് ഞാനൊരു 3.5 വയസ്സിലാണ് ചെയ്തത്. പിന്നീട് ജോസി സാറിൻ്റെ പ്രോജക്റ്റ് ചെയ്തെങ്കിൽ എൻ്റെ ലാസ്റ്റ് പ്രോജക്റ്റും ജോസി സാറിൻ്റെതാണ്, മഞ്ഞുരുകും കാലം. അത് കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ ചെയ്യുകയാണ്. അപ്പോൾ ഏകദേശം ഈ പറഞ്ഞ പോലെ 2003-2004 ഓമനത്തിങ്കൾ പക്ഷി ചെയ്തത്. അപ്പോൾ 2004 ചെയ്തു, 2014 മഞ്ഞുരുകും കാലം ചെയ്തു, ഇപ്പോൾ 2024 ഏകദേശം ഒരു 3 decades പോലെ ഓരോ ടൈമിലും സാറിൻ്റെ കൂടെ പ്രോജക്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഒരു ഭയങ്കര ബ്ലെസ്സിങ് ആണ്. ഒത്തിരി പേര് കുറേ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഹായ് ഹായ് ഹായ്. ഓമന തിങ്കൾ പക്ഷി കണ്ടിട്ടുണ്ട്, താങ്ക് യു. 2 ജാനിക്കുട്ടികൾസ് ഇല്ലേ ഈ സീരിയൽ? അതെ ഞാനും ഉണ്ട്. നമ്മുടെ മഞ്ഞുരുങ്കാലത്തിലെ കുഞ്ഞു ജാനിക്കുട്ടി കെച്ചു ഉണ്ട്, കിഷോറാങ്കളുണ്ട്, റോസ്ലൻ ആൻറ്റി ഉണ്ട്. അന്നും ലുക്ക് ഇന്നും ലുക്കാണ് ആണോ? താങ്ക് യു. എല്ലാം നന്നാവട്ടെ. അതെ, എല്ലാവരും അതിനു വേണ്ടി പ്രാർത്ഥിക്കൂ. ഏഷ്യാനെറ്റ് ഫസ്റ്റ് സീരിയലാണോ? അല്ല, എൻ്റെ ആദ്യത്തെ സീരിയൽ ഏഷ്യാനെറ്റിലാണ്, വിച്ച് വാസ് ഇൻ 2003-2004 ടൈമിൽ. ലുക്സ് ലൈക്ക് ആക്ട്രസ് സ്നേഹ, താങ്ക് യു. മല്ലിയക്ക ഹലോ. മഴതോറും മുൻപേ നോവൽ വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ വായിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അതാണ് ആക്ച്വലി ഞങ്ങൾ പോലും എക്സ്പെക്ട് ചെയ്തില്ല. ഞങ്ങളുടെ പ്രൊമോസൊക്കെ വന്നപ്പോഴത്തേക്കിനും കോമൻസ് ഒക്കെ കണ്ടപ്പോൾ ഞങ്ങൾ തന്നെ ഞെട്ടിപ്പോയി. കാരണം ഞങ്ങളെക്കാട്ടിലും അത്രത്തോളം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഓരോ ക്യാരക്ടേഴ്സ് കാണുമ്പോൾ അലീന ഇങ്ങനെയായിരിക്കും, ഇത് വൈജയന്തി അല്ലേ, ഇത് കൃഷ്ണജ അല്ലേ, ഇത് ബബിത അല്ലേ, ഇങ്ങനെ ഞങ്ങൾ തന്നെ ഞെട്ടിപ്പോയി. ഇത്രത്തോളം നിങ്ങൾക്ക് ക്യാരക്ടേഴ്സ് ഇത്രയും ഇയേഴ്സ് കഴിഞ്ഞിട്ട് ഓർത്തിരിക്കുന്നല്ലോ എന്നുള്ളത് അതൊരു വലിയ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര എന്താ പറയുക, നമുക്ക് ഒരു ചെറിയ പേടിയുള്ളൊരു കാര്യം കൂടിയാണ്. കാരണം
ഞാനത് മുന്നേ ഒരു ഇതിൽ പറഞ്ഞിട്ടുണ്ട്. എന്താ വെച്ചാൽ ഇപ്പോൾ പുതിയൊരു സീരിയൽ നമ്മൾ ചെയ്യുമ്പോൾ ആ ഒരു ക്യാരക്ടർ ഭയങ്കര ഫ്രഷ് ആയിട്ടുള്ള ക്യാരക്ടറാണ്, ഇറ്റ്സ് ഇസ് വെരി ന്യൂ. അപ്പം നമ്മളെ പോലെ ചെയ്യാം. ഞാൻ എന്താണോ, ഞാൻ എങ്ങനെയാണോ ആ ക്യാരക്ടർ ഹോൾഡ് ചെയ്യുന്നത് അതുപോലെ ആയിരിക്കും ആ ക്യാരക്ടർ പോർട്രേ ചെയ്യുക, ആ ക്യാരക്ടർ നിങ്ങളുടെ മുന്നിലേക്ക് വരാം. പക്ഷെ ഇതങ്ങനെയല്ല. ഈ ക്യാരക്ടർ അലീന എന്ന് പറയുന്ന ക്യാരക്ടർ എങ്ങനെയായിരിക്കും, എങ്ങനെയാണ് സംസാരിക്കുക, എങ്ങനെ ബിഹേവ് ചെയ്യുക, മാനറിസംസ് എങ്ങനെയാ, ഇതെല്ലാം തന്നെ മേ ബി എന്നെക്കാൾ കൂടുതൽ ഇത് വായിച്ചിട്ടുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ അതുമായിട്ട് ആ ഒരു കൺസെപ്റ്റ് നിങ്ങളുടെ മൈൻഡിൽ ഓൾറെഡി ഒരു കോൺസെപ്റ്റ് ഉണ്ട്, അപ്പോൾ അതുമായിട്ട് മാച്ച് ചെയ്യാന്ന് പറയുന്നതായിരിക്കും എനിക്കൊരു വലിയ ചാലഞ്ച്. കാരണം അലീന എന്താണെന്ന് നിങ്ങൾക്കറിയാം, ആ അലീനയായി മാറുക എന്നുള്ളതായിരിക്കും എനിക്ക് കൂടുതൽ ഒരു ചാലഞ്ചായിട്ടുള്ളത്. ബട്ട് ഐ എം വെരി ഹാപ്പി. അത്രയും സാറിൻ്റെ വൺ ഓഫ് ദ സ്പെഷ്യൽ ക്യാരക്ടറാണത്, വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് നോവലാണിത്. അതിലൊരു പാർട്ടാവാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യമാണ്. വൈഷ്ണവി ചേച്ചി, കാളിയാമ്പുഴ ജംഗ്ഷൻ ചായക്കടയിലെ കുമാരേട്ടനെ ഓർമ്മയുണ്ടോ? പിന്നെ രമേശ് ചേച്ചി, വിജയമ്മ, നിങ്ങളും ഞാൻ സമ്മതിച്ചു കേട്ടോ. നിങ്ങൾ എങ്ങനെ ഈ ക്യാരക്ടേഴ്സും കാര്യങ്ങളൊക്കെ ഇത്രയും ഓർത്തിരിക്കുന്നത്, അതൊരു വലിയ കാര്യം കേട്ടോ. ചേച്ചി റിയൽ നെയിം എന്താ? നിക്കിത. തിരിച്ചു വന്നോ ജാനിക്കുട്ടി? യെസ്, തിരിച്ചു വന്നിരിക്കുന്നു ഗൈസ്. പുതിയ സീരിയലിന് വെയിറ്റിംഗ് ആണ്. അതെ, ഞാനും വെയിറ്റിംഗ് ആണ്. ചേച്ചിയുടെ നാട് എവിടെയാ? ഞാൻ ട്രിവാൻഡ്രത്താണ്. ഓക്കെ, ദേവൂട്ടിക്ക് ഒരു ഹായ്. രാഹുൽ ചേട്ടനെ കുറിച്ച് പറയൂ. രാഹുലായിട്ട് എനിക്ക് അധികം സീൻസ് വന്നിട്ടില്ല ഇപ്പോൾ. അപ്പോൾ രാഹുലിൻ്റെ ക്യാരക്ടറും വളരെ നല്ലൊരു ക്യാരക്ടറായി സീരിയലിൽ. എന്താ പറയുക, അത്രയും നമ്മളെല്ലാവരും വളരെ സട്ടിലായിട്ട് ചെയ്യേണ്ട കുറേ ക്യാരക്ടേഴ്സാണ്. എല്ലാവർക്കും സട്ടിലായിട്ട് ചെയ്യാന്നുള്ളതാണ് വൺ ഓഫ് ദ ടാസ്ക്. അപ്പോൾ അങ്ങനെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് രാഹുലും ചെയ്യുന്നത്. ഇപ്പം ഞങ്ങൾ തമ്മിലുള്ള ഒരു കെമിസ്ട്രി ആണെങ്കിലും നമ്മൾ സാധാരണ ഇപ്പോൾ കാണാൻ പറ്റുന്ന പോലത്തെ ഒരു ടിപ്പിക്കൽ ഒരു ക്ലീഷേ സാധനം ആയിരിക്കില്ല. ഇത് വളരെ എന്താ പറയുക ഡെപ്തുള്ള ഇന്നർ മീനിങ് ഉള്ള, അത് ഓരോ ക്യാരക്ടേഴ്സും. ഇപ്പോൾ രാഹുലിൻ്റെ ക്യാരക്ടർ മനുശങ്കർ. അപ്പോൾ മനുശങ്കറും അലീനയും മാത്രമല്ല, ഇതിൽ ഓരോ ക്യാരക്ടേഴ്സിനും ഒത്തിരി ഡെപ്ത് ഉണ്ട്. അവരും വേറൊരു ക്യാരക്ടർ തമ്മിലുള്ള ഒരു റിലേഷൻ തന്നെ വളരെ ബ്യൂട്ടിഫുള്ളി ആണ് ജോസി സാർ എഴുതിയിരിക്കുന്നത്. അത് അതുപോലെ തന്നെ ബ്യൂട്ടിഫുള്ളി ആണ് ബിനു സാർ അതിനെ സാറിൻ്റെ ഡിറക്ഷനിലൂടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ പതിയെ നിങ്ങൾക്ക് കണ്ടു തുടങ്ങുമ്പോൾ മനസ്സിലാവും. രഹസ്യം സീരിയൽ ഞാൻ കൊച്ചിലെ തൊട്ട് കാണുമായിരുന്നു. ചേച്ചിയുടെ ആക്ടിങ് എനിക്കിഷ്ടമാണ്. താങ്ക് യു ഡിയർ. അതേപോലെ മഴതോറും മുൻപേ കാണണം കേട്ടോ. കുറേ പേര് മല്ലി പറയുന്നുണ്ട് കേട്ടോ. കാരണം എനിക്ക് മല്ലീനെ ഇതിപ്പോൾ നമ്മൾ ഈ സീരിയലിനെ റെപ്രസെൻ്റ് ചെയ്ത് വന്നിരിക്കുന്നത് കാരണം ഈ സീരിയലിൻ്റെ വിശേഷങ്ങളാണ് ഞാനിവിടെ ഷെയർ ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് എനിക്ക് വേറെ സീരിയലിനെ പറ്റിയിട്ടൊന്നും പറയാൻ പറ്റാത്ത കേട്ടോ, ഒന്നും വിചാരിക്കില്ലേ. പഴയ ജാനിക്കുട്ടിയെ കാണാനാണ് ഇഷ്ടം. അതുപോലൊക്കെ തന്നെയാണ് ഇതും. ഇത് കുറച്ചും കൂടി കുറച്ചും കൂടി മേ ബി എന്താ പറയുക, ഞാൻ കമ്പയർ ചെയ്യുന്നില്ല, പക്ഷെ അങ്ങനെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടറായിരിക്കും അലീനയും. ഒത്തിരി പേര് കുറേ നല്ല കമൻസ് ഇടുന്നുണ്ട് കേട്ടോ. ഞാനിങ്ങനെ ഓരോന്നായിട്ട് വായിച്ചുകൊണ്ടിരിക്കുക. താങ്ക് യു. ഒത്തിരി പേര് ഓൾ ദി ബെസ്റ്റ് പറയുന്നുണ്ട്. നിങ്ങളുടെ ഒക്കെ പ്രാർത്ഥന വേണം. ഇനി തൊട്ട് 7 മണിയാകുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാലോ. ഉറപ്പായിട്ടും ഏഷ്യാനെറ്റ് നിങ്ങളുടെ TV-യിൽ വെക്കുക. ഞങ്ങളുടെ സീരിയൽ ഡെയിലി മിസ് ചെയ്യാതെ കാണുക. ടെൽ അബൌട്ട് അലീന ഇൻ ഷോർട്ട്. അത് ഞാനിപ്പോൾ അലീനയുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് അത് പറഞ്ഞാൽ ഞാൻ ചിലപ്പോൾ കൂടുതൽ പറഞ്ഞു പോയാലോ, നിങ്ങളുടെ ആ സസ്പെൻസ് പോവില്ലേ, അതാണ് എൻ്റെ പേടി. ഞാൻ പറഞ്ഞു തുടങ്ങിയാൽ ചിലപ്പോൾ ഞാൻ എക്സ്ട്രാ ആയിട്ട് കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് പോയേക്കാം. അതുകൊണ്ട് ഞാനിങ്ങനെ പറയാതിരിക്കുന്നത്. സോ അലീന എന്ന് പറയുന്നത് ഭയങ്കര ഒരു ബോൾഡായിട്ടുള്ള ക്യാരക്ടറാണ്. ഒത്തിരി എന്താ പറയുക, ഒത്തിരി ചലഞ്ചസിലൂടെ ഒത്തിരി സ്ട്രഗിൾസിലൂടെ കടന്നുപോയൊരു പെൺകുട്ടിയാണ്. ആ കുട്ടി അത്രയും നമ്മൾ ആ ഒരു ഏജിനേക്കാൾ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് ഉണ്ടാവേണ്ട അത്രയും മെച്യൂരിറ്റി ഉള്ളൊരു കുട്ടി. ഓരോ സിറ്റുവേഷൻസും ഹാൻഡിൽ ചെയ്യുന്നത് അങ്ങനെയായിരിക്കും. എല്ലാവരോടും സ്നേഹം, എല്ലാവരോടും കരുണ, എല്ലാവരോടും
ഒത്തിരി എന്താ പറയുക, ഒരു ലവ് ആൻഡ് കെയർ മാത്രമേ ഉള്ളൊരു പെൺകുട്ടി, അതാണ് അലീന. സോ കൂടുതൽ ഞാൻ പറയുന്നില്ല, നിങ്ങൾ 7 മണിക്ക് കാണും. ജാനും അച്ഛനും ഒന്നിച്ചല്ലേ ഒരു ഹായ് പറയുക. ഗോവിന്ദൻകുട്ടീനെയാണോ ഉദ്ദേശിക്കുന്നത്? അത് കിഷോറങ്ങളുണ്ട്. സോ ഒത്തിരി എന്താ പറയുക, എനിക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരാണ്. നമ്മൾ ആ പ്രോജക്റ്റൊക്കെ ചെയ്യുമ്പോഴും നമ്മൾക്കൊരു ക്ലോസ്നെസ് വരത്തില്ല. ശരിക്കും നമ്മൾക്കുള്ളിൽ എന്താ പറയുക, മോളെ പോലെ, അച്ഛനെ പോലെ, അനിയത്തിയെ പോലെ, അതുപോലൊരു റിലേഷൻ. സത്യം പറഞ്ഞാൽ ഒരു ഫ്യൂ ഡേയ്സ് ഞങ്ങൾ ഷൂട്ടിന് വന്നിട്ടുള്ളെങ്കിലും, ഫ്യൂ ഡേയ്സ് ഒരു 2 ഷെഡ്യൂൾസ് ആയിട്ടുള്ളെങ്കിൽ പോലും ഞങ്ങൾക്കുള്ളിൽ അങ്ങനത്തെ ഒരു ബോണ്ടിങ് ഇപ്പോഴേ വന്നു കഴിഞ്ഞു. ശരിക്കും ഞങ്ങൾ ഷൂട്ട് കഴിഞ്ഞ് പോകുമ്പോൾ അയ്യോ ഞങ്ങളതിനെ മിസ് ചെയ്യല്ലോ എന്ന് പറയുന്ന അത്രയും ഒരു റിലേഷൻ, ഒരു ബോണ്ടിങ് ആണ് ഞങ്ങളെല്ലാവരും തമ്മിൽ ഇപ്പോഴേ. അലീന, കമല ഹെയർ. ഹലോ കമല, നിത്യ ചേച്ചി സുഖാണോ? എല്ലാവരും സൂക്ഷിച്ചോ, ഒരു ഭയങ്കരയാണ് കമല. നിങ്ങൾ കാണാൻ പോകുന്നേ ഉള്ളൂ. പാവം കേട്ടോ, എല്ലാം വെറും ആക്ടിങ് ആണ്. ഇതിൽ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഒരു നെഗറ്റീവ് ഷെയ്ഡ് വരുന്ന ആൾക്കാരില്ലേ, എനിക്ക് ഏറ്റവും പാവം പിടിച്ചവർ അവരൊക്കെയാണ്. ഏറ്റവും കൂടുതൽ ഞാനുമായിട്ട് ഭയങ്കര ക്ലോസ് ആയിട്ടുള്ളത് മേ ബി ഈ പറയുന്ന കുറച്ച് നെഗറ്റീവ് ഷെയ്ഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നവരായിരിക്കാം. ഹൗ മാനേജ് ബോത്ത് തമിഴ് മലയാളം ഷെഡ്യൂളൊക്കെ அப்படி பண்ணி தானே ஆகணும், எதுவுமே பண்ண முடியாதுல்ல. ഓക്കെ, ഉറപ്പായിട്ടും ഹായ് തരാമോ? ഹലോ 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 എല്ലാവർക്കും ഹലോ കേട്ടോ. ഓരോരുത്തർ പേരായിട്ട് ഞാൻ ഹലോ പറഞ്ഞില്ല എന്നേ ഉള്ളൂ. എല്ലാവരുടെയും മെസ്സേജ് കാണുന്നുണ്ട്. എല്ലാവർക്കും ഹലോ. അമ്മ അറിയാതെ സെക്കൻഡ് പാർട്ട് ഇസ് ദിസ് അല്ലല്ലോ. ഇത് അമ്മ അറിയാതെയുടെ സെക്കൻഡ് പാർട്ടും അല്ല, വേറെ ഒരു സീരിയലിൻ്റെ സെക്കൻഡ് പാർട്ടും ഇല്ല. ഇതാണ് ഒറിജിനൽ സ്റ്റോറി. മഴതോറും മുൻപേ എന്ന് വളരെ പ്രശസ്തനായ എഴുത്തുകാരൻ ജോയ്സ് സാറിൻ്റെ വളരെ പ്രശസ്തമായ ഒരു നോവലാണിത്. അതിനെ ആസ്പദമാക്കി നമ്മൾ ഒരു സീരിയലായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണിത്. അതുകൊണ്ട് ഇത് അമ്മ അറിയാതെയോ വേറൊരു സീരിയലിൻ്റെയും റീമേക്കോ കോപ്പിയോ ഒന്നും അല്ല കേട്ടോ. ഇന്ന് ഷൂട്ടുണ്ടായിരുന്നു. ഇന്ന് ഷൂട്ടുണ്ട്, പക്ഷേ നമ്മളുടെ സീരിയലല്ല, ഇത് വേറൊരു തമിഴ് പ്രോജക്റ്റ് ഞാൻ ചെയ്യുന്നതിൻ്റെ ഷൂട്ടിങ്ങിൻ്റെ ഇടയ്ക്കാണ് ഞാൻ നിങ്ങളെ കാണാൻ വന്നിരിക്കുന്നത്. ജാനിക്കുട്ടി രത്നമ്മ ടീച്ചറിനെ പോലെയാണോ വൈജയന്തി? അല്ലല്ല, വൈജയന്തി വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അത് വളരെ നന്നായിട്ട് ആക്ട് ചെയ്തിരിക്കുകയാണ് നമ്മുടെ വൈഷ്ണവി ചേച്ചി. ആ ക്യാരക്ടറിന് എന്താ പറയുക, 100% ജസ്റ്റിസ് കൊടുക്കുന്ന പോലത്തെ ഒരു ആക്ടിങ് ആണ്. സോ കൂടുതൽ ഞാൻ ഡീറ്റെയിൽസ് പറയില്ല, അതും നിങ്ങൾ കാണും. ബിഗ് ബോസ് പറ്റി അറിയില്ലല്ലോ. കുറേ പേര് ബിഗ് ബോസിനെ പറ്റി ചോദിച്ചു. ബിഗ് ബോസിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് അറിയില്ല കേട്ടോ. യുവർ സ്മൈൽ ഇസ് സോ ക്യൂട്ട് ആൻഡ് ബ്യൂട്ടിഫുൾ. താങ്ക് യു. ജാനിക്കുട്ടി സൂപ്പർ ആയിട്ടുണ്ട് നിന്നെ കാണാൻ. താങ്ക് യു. മല്ലി ഹലോ. ഇന്ദുമതി, ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ എൻ്റെ ടീം. താങ്ക് യു സോ മച്ച്. ഹായ് വൈഷ്ണവി ചേച്ചി, ജോയിൻ ചെയ്യുന്നോ എൻ്റെ കൂടെ? വീഡിയോ കോൾ ജോയിൻ ചെയ്യുന്നോ? സുഖമാണ് ചേച്ചി, സുഖമാണല്ലോ. എനിക്ക് അലീന വേണ്ട, ജാനിക്കുട്ടി മതി എന്നും അങ്ങനെ പറയല്ലേ. അലീനെ നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമാവും. ഞാൻ അഷുറൻസ് തരുന്നു, കാരണം അത്രയും എന്താ പറയുക, അത്രയും എനിക്ക് തന്നെ ഒത്തിരി ഇഷ്ടമായ ഒരു ക്യാരക്ടറാണ്. അത്രയും എന്താ പറയുക, നമ്മൾ ആക്ടിങ് ചെയ്തതിൽ വെച്ച് ഒത്തിരി നമുക്ക് എന്നെപ്പോലെ അല്ല അലീന. ഞാൻ റിയൽ ലൈഫിൽ ഇത്രത്തോളം പേഷ്യൻസ് ഉള്ള ഒരാളാണോ, ഇത്രത്തോളം സഹനശക്തിയൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഇന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് എന്നെപ്പോലെ ഒരാളല്ല അലീന വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. നിങ്ങൾ എന്തായാലും കണ്ടു നോക്കി എന്തായാലും ഇഷ്ടമാവും. ചേച്ചി എത്ര ഇയേഴ്സായിട്ട് ഈ ഫീൽഡിലുണ്ട്? ഞാനൊരു 2003 തുടങ്ങിയത്. മിഡൊക്കെ ആയപ്പോഴാണ് തുടങ്ങിയത്. അപ്പോൾ ഏകദേശം 22 ഇയേഴ്സ് ഉണ്ടായി. ജാനിക്കുട്ടി അന്ന് പോയ റീസൺ എന്താ? അന്ന് ഞാൻ പഠിക്കാനായിട്ട് പോയതാണ്. അന്ന് 10th സ്റ്റാർട്ട് ചെയ്യാൻ പോവായിരുന്നു. അപ്പോൾ 10th പഠിക്കാനുള്ളൊരു ആഗ്രഹത്തിൽ ഞാൻ കാരണം ഷൂട്ടും അതുമായിട്ട്, ബിക്കോസ് 10th 11th 12th 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈമല്ലേ. അപ്പോൾ ആ ഒരു ടൈം ഒരു ബ്രേക്ക് എടുക്കാം, സ്റ്റഡീസിൽ ഫോക്കസ് ചെയ്യാം എന്നുള്ളത് കൊണ്ട് അന്ന് പോയതാണ്.
അത് കഴിഞ്ഞ് തിരിച്ചു വന്നല്ലോ. തമിഴ് പേസും, തമിഴൊക്കെ പേസും. ഹായ് നിക്കി, ഹലോ. ഹായ് നിക്കിത്ത, മലയാളം സീരിയലിലോട്ട് വന്നതിൽ വളരെ സന്തോഷമുണ്ട്. താങ്ക് യു. എനിക്കും ഒത്തിരി സന്തോഷമുണ്ട്. കാരണം ഇറ്റ്സ് ലൈക്ക് എന്താ പറയുക, ഒരു ബാക്ക് ഹോം അങ്ങനത്തെ ഒരു ഫീലിംഗ് ആണ് മലയാളത്തിലോട്ട് തിരിച്ചു വരുമ്പോൾ. മീ ആൻഡ് മൈ ഫാമിലി വെയിറ്റിംഗ് ഫോർ ദിസ്. സോ താങ്ക് യു. മഞ്ഞുരും കാലം പോലെ ഹാർട്ട് ടച്ചിങ് സ്റ്റോറി ആകട്ടെ. ഉറപ്പായിട്ടും ഇതൊരു ഹാർട്ട് ടച്ചിങ് സ്റ്റോറി തന്നെയാണ്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടം. അന്നമോൾ ഓമനത്തെങ്കിൽ പക്ഷെ കണ്ടോ, എന്താ ഓർമ്മയെ നോക്കിക്കോ എല്ലാവർക്കും. കാണും ചേച്ചി ഉറപ്പായിട്ടും. താങ്ക് യു. ഞങ്ങൾ പ്രൊമോ കണ്ടപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു കേട്ടോ, എങ്ങനെയായിരിക്കും ആൾക്കാരുടെ റെസ്പോൺസ്, നിങ്ങളെല്ലാവരും മറന്നിട്ടുണ്ടാവോ എന്നെ. പക്ഷെ അതിനൊക്കെ വന്ന റെസ്പോൺസ് കണ്ടപ്പോഴത്തേക്കിനും ശരിക്കും പറഞ്ഞാൽ ഒത്തിരി സന്തോഷമായി. അത്രത്തോളം നല്ല റെസ്പോൺസ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. നോവൽ പോലെ എടുക്കണം, സ്റ്റോറി കൊള്ളാം. അത് ഉറപ്പ് തരാം. നോവൽ പോലെ തന്നെയായിരിക്കും. ചിലർ കൊമൻസിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, സീരിയൽ ഇനി കഥ മാറ്റുമോ, നമ്മളെ റേറ്റിങ്ങിന് വേണ്ടിയിട്ട് മാറ്റങ്ങളുണ്ടാവുമോ എന്നൊക്കെ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരിക്കലും ഇല്ല. ജോഷി സാറിൻ്റെ സീരിയൽ പോലെ തന്നെ ആയിരിക്കും. അതിലൊരു മാറ്റങ്ങളും വരത്തില്ല. ഈവൻ ഞങ്ങൾ പോലും ഒരു സീൻ സാർ എഴുതിയിരിക്കുന്ന സ്ക്രിപ്റ്റ് അത് അങ്ങനെ തന്നെ അത്രയും പെർഫെക്റ്റ് ആയിട്ട് കൊണ്ടുവരാനാണ് ഇപ്പോൾ ഞങ്ങളുടെ ഡയറക്ടർ ബിനു സാറായാലും ഞങ്ങൾ ഓരോ ആക്ടേഴ്സ് ആയാലും ഞങ്ങൾ ശ്രമിക്കുന്നത്. അത്രത്തോളം ഇറ്റ് ഷുഡ് ബി ലൈക്ക് അതെങ്ങനെയാണോ സാർ എഴുതിയിരിക്കുന്നത്, എങ്ങനെയാണോ സാറിൻ്റെ വിഷൻ, അങ്ങനെ തന്നെ കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഉറപ്പായിട്ടും നോവലുള്ള സ്റ്റോറി നോവലുള്ള പോലെ തന്നെയായിരിക്കും. വളരെ സട്ടിൽ, വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു കുറച്ച് പേരുടെ ലൈഫ്, കുറച്ച് പേരുടെ ജീവിതമായിരിക്കും നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. റെഡിയാ? ഓക്കെ ഗൈസ്, എനിക്ക് പോകേണ്ട ടൈമായിട്ടോ. എനിക്കിവിടെ വർക്കിന് റെഡിയായി. സോ നാളെ ഞങ്ങൾ വേറൊരു ഞങ്ങളെല്ലാവരും ടീമായിട്ട് ഒരു ലൈവ് വരുന്നുണ്ട്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളെല്ലാവരെയും കാണാം കേട്ടോ. സോ ഇപ്പോഴത്തേക്ക് ബൈ. എനിക്ക് ലാസ്റ്റായിട്ട് ഒന്നുകൂടെ പറയാനുണ്ട്, എല്ലാവരും മസ്റ്റായിട്ട് 7 മണിക്ക് നമ്മുടെ സീരിയൽ കാണണം. ഇതിൻ്റെ പ്രത്യേകത അറിയാലോ, 7-ാം തീയതി 7 മണിക്ക് ജോഷി സാറിൻ്റെ 7ാമത്തെ പ്രോജക്റ്റായ മഴതോറും മുമ്പേ വരാൻ പോവാണ്. സോ നിങ്ങളെല്ലാവരും മുടങ്ങാണ്ട് കാണുക. ഒരു എപ്പിസോഡ് പോലും മിസ് ചെയ്യാൻ പാടില്ല കേട്ടോ. താങ്ക് യു ഗൈസ്. ബൈ.